പ്രമേയുഗം നമ്മുടെ ഫിലിം Feb 15th വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ്. ആൻഡ് വി ആർ ഓൾ വെയിറ്റിംഗ് അതിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി. ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ ആൻഡ് മൈനോട്ട് സ്റ്റുഡിയോയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത് along with ശശി സാർ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫിലിം കംപ്ലീറ്റ്ലി ഷോട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് ആൻഡ് സ്റ്റാറിംഗ് വൺ ആൻഡ് ഓൺലി മമ്മൂക്ക along with അർജുൻ, സിദ്ധാർത്ഥ്, അമൽത ആൻഡ് മണികണ്ഠൻ. സോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ആൻഡ് എല്ലാവർക്കും ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഒത്തിരി വെയിറ്റിംഗ് ആണ് നിങ്ങൾ 15-ാം തീയതിക്ക് വേണ്ടി. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും? എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ ഇങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഇതിൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞു. ജനങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചത്, ഇങ്ങനെയല്ല വിചാരിച്ചത് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ആവശ്യമില്ല കുറ്റപ്പെടുത്തരുത് ഒരിക്കലുമില്ല. സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. എനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് ഇങ്ങനെ ടിടിക്ക് വെല്ലുപിടിയുണ്ട്. അല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരും. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളൂ.